ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു നജാഷ് ഡിസൈൻസ്. ഇന്ന് നമ്മളൊരു ഷോളിൽ എങ്ങനെയാണ് സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 മീറ്റർ ഷിഫോണിൻ്റെ വൈറ്റ് കളർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സിൽവർ കളറ് പോളിസ്റ്റർ സിൽക്ക് ത്രെഡും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഈ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൽ ഞാൻ സ്കാൽപ്പ് വർക്കിൻ്റെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഷോളിൻ്റെ 4 സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഈ സ്കാൽപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സിങ്കറിൻ്റെ സ്വിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അതാദ്യം നമുക്കൊരു 0.1ലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സിക്സാക് പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത് സ്കാൽപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ താഴെ ഒരു പേപ്പർ വെച്ചിട്ട് A4 പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കാൽപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. നമ്മൾ ആ പാറ്റേണിലൂടെ തന്നെ ഇത് ചെയ്തെടുത്തിട്ട് വേണം. അപ്പം ഈ ഒരു കോർണർ ഭാഗം വരുമ്പം അവിടെ നമ്മൾ നീഡിൽ കുത്തി വെച്ചിട്ട് വേണം ക്ലോത്ത് ഒന്ന് തിരിച്ചിട്ട് പിന്നീട് വേണം പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് ഷോളിൻ്റെ 4 സൈഡിലും ഈ ഒരു പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മളെ ഷോളിലുള്ള സ്കാൽപ്പ് വർക്കെല്ലാം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മറ്റേ സൈഡിലുള്ള കുറച്ച് ഭാഗം നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സോൾഡറിങ് അയൺ യൂസ് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് ഷോളിൻ്റെ 4 ഭാഗവും നമുക്ക് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം.
നമ്മുടെ സ്കാൽപ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഷോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല നീറ്റായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.